അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞങ്ങൾ പോണത് മൗറീഷ്യസിലുള്ള ഒരു ഗിരിഗിരി ബീച്ചിലേക്കാണ്. അപ്പോൾ ഈ ഗിരിഗിരി ബീച്ചിലേക്ക് പോകുമ്പോൾ ഇവിടുന്ന് ദൂരം കാണിക്കുന്നത് 45 കിലോമീറ്ററാണ്. അപ്പോൾ നിങ്ങൾ മൗറീഷ്യസിൽ വരുന്നുണ്ടെങ്കിൽ നിങ്ങളപ്പോൾ പോർട്ട് ലീസിന് വന്നിറങ്ങുക. അപ്പോൾ ഈ പോർട്ട് ലീസിൽ നിന്ന് ഇങ്ങോട്ടുള്ള ദൂരം വന്നിട്ട് 45 കിലോമീറ്ററാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഏകദേശം ഒരു 40 കിലോമീറ്റർ നമ്മൾ വന്നു കഴിഞ്ഞാൽ നമുക്കൊരു ബസ് സ്റ്റാൻഡ് ഇവിടെ കാണാൻ പറ്റും. തയാഗ് ബസ് സ്റ്റാൻഡാണ്. അപ്പോൾ അവിടെ വന്നു കഴിഞ്ഞാൽ അതിനോട് ഓരത്തിനോട് ചേർന്നിട്ടൊരു റോഡ് കാണാം നമുക്ക്. അപ്പോൾ അവിടെ ഒരു ബീച്ചുണ്ട്. അപ്പോൾ അവിടെ ഇറങ്ങിയിട്ട് നമ്മളൊന്ന് വിസിറ്റ് ചെയ്യാം നമുക്ക്. അപ്പോൾ അവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ കുറച്ച് മരങ്ങളൊക്കെ ഇങ്ങനെ നിൽക്കുന്നത് കാണാം നമുക്ക്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഇവിടെ ചെറിയൊരു വഴി കാണാം. അപ്പോൾ അത് നമ്മൾ താഴത്തേക്ക് ഇറങ്ങി വരികയാണെങ്കിൽ അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ബീച്ച് കാണാൻ പറ്റും. ഇവിടെ ബോർഡൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. നമ്മൾ അതിൽ കുളിക്കാനൊന്നും പാടില്ല, ഇറങ്ങിയിട്ട് ഡേഞ്ചറായിട്ടുള്ള സ്ഥലമാണ്. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുക. അപ്പോൾ ഇവിടുന്ന് വിസിറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഇവിടുന്ന് വണ്ടി എടുത്തിട്ട് പോകണമെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് 1 കിലോമീറ്റർ ഉണ്ട് ഈ ഗിരിഗിരി ബീച്ചിലേക്ക്. അപ്പോൾ ഈ ഗിരിഗിരി ബീച്ചിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് വണ്ടിയുടെ സൈഡിൽ പാർക്ക് ചെയ്തിട്ട് നമുക്ക് ബീച്ചിലേക്ക് പോകാം. നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ളൊരു ബീച്ചാണ്. ഒരുപാട് ടൂറിസ്റ്റുകളൊക്കെ വരുന്നുണ്ട് ഇവിടെ. കാണാനൊക്കെ നല്ല രസമുള്ളൊരു ബീച്ചാണത്. ഇവിടെ അതുപോലെ തന്നെ ബോർഡൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ കുളിക്കാനൊന്നും പാടില്ല, ഡേഞ്ചറായിട്ടുള്ള സ്ഥലമാണ്. അപ്പോൾ ഇവിടുത്തെ ബീച്ച് നല്ല ഒരു അടിപൊളി ബീച്ചാണ്. അപ്പോൾ അവിടെ വന്നിട്ട് നമുക്ക് എൻജോയ് ചെയ്യാം നമുക്ക് അടിപൊളിയായിട്ട്. ഈ ബീച്ചിൻ്റെ ഒരു വഴി കാണാം. അപ്പോൾ ഒരു കാട് മാതിരിയൊക്കെ കാണാം. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കൂടെ കുറേ ആൾക്കാർ അങ്ങോട്ട് നമുക്ക് പോകണ കാണാം. അപ്പോൾ ഏകദേശം ഇവിടുന്ന് ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് നടക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ പോയി കഴിഞ്ഞാൽ നമുക്കൊരു അടിപൊളി ഒരു ബീച്ച് കാണാൻ പറ്റും നമുക്ക്. അപ്പോൾ ഇതിൽ കൂടെ പോകുമ്പോൾ ശ്രദ്ധിച്ച് പോകാനായിട്ട്. നല്ല വഴുക്കലും ഇതൊക്കെയുള്ള സ്ഥലമാണ്. വളരെ ശ്രദ്ധിച്ച് പോകാനായിട്ടാണ് അങ്ങോട്ട് പോകാനായിട്ട്. അപ്പോൾ ഈ ഗിരിഗിരി ബീച്ചിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്തേക്കാണ് നമ്മൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ വരുമ്പോൾ ശ്രദ്ധിച്ച് വേണം വരാനായിട്ട്. ഭയങ്കര വഴുക്കലും ഇതൊക്കെയുള്ള സ്ഥലമാണ്. അതുപോലെ കുന്നൊക്കെ കാണാം നമുക്ക്, ചെറിയൊരു കുന്നും മാതിരിയൊക്കെ. അപ്പോൾ സ്റ്റെപ്പ് കയറുമ്പോഴൊക്കെ വളരെ ശ്രദ്ധിച്ച് വേണം പോകാനായിട്ട്. ഇവിടെ ഒരുപാട് ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാറുള്ളതാണ്. ഇന്ന് പിന്നെ മഴയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഒന്നാരും കാണാമല്ലോ. അപ്പോൾ
ശ്രദ്ധിച്ചിട്ട് വേണം ഈ വഴിക്ക് പോകാൻ. ഇന്ന് മഴ പെയ്ത കാരണം ഇവിടെ വെള്ളമൊക്കെ കാണാം നമുക്ക് കുറച്ച് അവിടെ, അതേപോലെ സ്ഥലമൊക്കെ ആകെ ഇതായിട്ട് നാശമായിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇന്ന് ആരെയും കാണാത്തത് ഇവിടെ. ഈ കുന്നിൻ്റെ മുകൾക്കൊക്കെ കയറുമ്പോൾ വളരെ ശ്രദ്ധിച്ച് വേണം കയറാനായിട്ട്. വയസ്സായവരൊക്കെ ഉണ്ടെങ്കിൽ ഇതിന് മുകളിൽ കയറാണ്ടിരിക്കുകയാണ് നല്ലത്. അപ്പോൾ ഇതിന് മുകളിൽ കയറി കഴിഞ്ഞാൽ നമുക്കൊരു അടിപൊളിയായിട്ടൊരു നല്ലൊരു ഭാഗം കാണാൻ പറ്റും ഇതിന് മുകളിൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. പിന്നെ അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും നമസ്കാരം.